നമ്മളുള്ളത് വേലൂർ വെങ്ങിലശ്ശേരിയിലാണ്. ഇവിടെ നെല്ലിക്കൽ സരസ്വതി എന്ന ചേച്ചിയുടെ വീട്ടിലാണുള്ളത്. ഈ ചേച്ചി മുണ്ടത്തിക്കോട് ആ വെടിക്കെട്ട് പുരയിൽ തിങ്കളാഴ്ച വരെ ജോലി ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ ജോലിക്ക് പോയില്ല. സൂര്യാതപമേറ്റ് പൊള്ളലേറ്റതിനെ തുടർന്ന് അവർ ജോലിക്ക് പോകാതിരിക്കുന്നു. അങ്ങനെയാണ് അവർ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ചേച്ചിനെ നമ്മോടൊപ്പം ചേരുന്നു. ചേച്ചി അവസാനമായിട്ട് എന്താ പോയത്? തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച അവസാനമായിട്ട് പോയത് തിങ്കളാഴ്ച. എന്തേ പിന്നെ പൊള്ളലേറ്റത് കാരണമാണോ? പൊള്ളലേറ്റത് കാരണം കൊണ്ടല്ല പോയത്, മോൻ്റെ കുട്ടി ഇവിടെ വന്ന കാരണം കൊണ്ട് പോയതാണ്. പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ ചൊവ്വാഴ്ച പോവില്ല, കാരണം ഞങ്ങളുടെ വീട്ടമ്പലത്തിൽ പരിപാടി ആയതുകൊണ്ട് ഞങ്ങൾ പോവില്ല. പൊള്ളൽ ഇപ്പൊ ഇന്നേക്ക് 5-4 ദിവസമായിട്ടുണ്ട്. ഈ വീട്ടിലത്തെ ആ കുട്ടി അന്ന് തന്നെ രാത്രിയിൽ കറ്റാർവാഴ ജെല്ല് വരട്ടി തന്നു. പിന്നോട് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ പിള്ളേരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതന്നെ അവർക്ക് ഇഷ്ടമില്ലാത്ത പണിയാണിത്. അപ്പൊ അവര് പറഞ്ഞു കഴിഞ്ഞാലും ചീത്ത അവരുടെ കയ്യിൽ നിന്നും കേൾക്കണ്ടേ. അത് കാരണം കൊണ്ട് കൂടുതലായിട്ട് ചൂടുണ്ട്, ഭയങ്കര ചൂടാ. പറമ്പ് മൊത്തം ഭയങ്കര ചൂടാണ്. അപ്പോ ഇത് നേരിട്ട് വെയിലത്ത് നിന്നിട്ടാണോ ജോലി? അല്ലല്ല, വെയിലത്തല്ല. നമ്മൾ ടാർപ്പായ കെട്ടി അതിന്റെ അടിയിൽ നെറ്റ് കെട്ടി നല്ല സുരക്ഷിത, എല്ലായിടത്തും നല്ല സുരക്ഷിതമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ പൊള്ളലേറ്റത് ഞാൻ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങളിത് ജോലി ചെയ്യുക. അത് ചൂട് സഹിക്കാൻ പറ്റാതെ കണ്ടപ്പോൾ ഷർട്ടൊക്കെ ഊരിയിട്ട് അപ്പം പുറത്തേക്ക് പോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ബാത്റൂമിൽ പോയിട്ട് ഇങ്ങോട്ട് വരും വഴി അപ്പോഴാന്നുള്ളത് അറിയില്ല, അപ്പം തന്നെ ഭയങ്കര ചൂട് വന്നു. പിന്നെ അപ്പോഴൊന്നും കണ്ടില്ല. ഇത് രാത്രി കുളിക്കാൻ നിൽക്കണ സമയത്താണ് ഇത് കണ്ടത്. അപ്പം ഇതിങ്ങനെ തുടച്ചു നോക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് തോലിങ്ങനെ കിഴിഞ്ഞു പോയി. പിന്നെയും പോയോ ജോലിക്ക്? പിന്നെ ഒരു ദിവസം പോയിട്ടുള്ളൂ. അപ്പം ഞാൻ അവിടെ ഉള്ളവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തു, ഇങ്ങനെ എനിക്കൊരു സംഭവം നടന്നിട്ടുണ്ട് കേട്ടോ എന്നുകൊണ്ട് ഞാൻ കാണിച്ചു കൊടുത്തു. അവരറിയണ്ടേ, ഇതൊരു സംഭവം അറിയണ്ടേ. അപ്പൊ അത് സൂര്യാതാപാണെന്ന് പറഞ്ഞു. ഇത് സംഭവം ഉണ്ടായപ്പോ അറിഞ്ഞപ്പോ എന്ത് തോന്നി? അപകടത്തിനെ പറ്റി അറിഞ്ഞില്ലേ? അപകടത്തിനെ പറ്റിയിട്ട് നമ്മൾ എല്ലാവരും ചൂടല്ലേ, ചൂട് കാരണം കൊണ്ടാണ് ഇപ്പൊ ഇത് വന്നേക്കുന്നത്. അത്രയും സഹിക്കാൻ പറ്റാത്ത ചൂട് പറമ്പിലുണ്ട്. പിന്നെ പാടരുകാണ് അവിടെ സ്ഥലം, ഈ ഷെഡുകളൊക്കെ പാടരുക, ഭയങ്കര ചൂടാണ്. അവിടെ പോകാൻ പറ്റുമോ? പോയിരുന്നു? പിന്നെ അപകടം പോയിട്ടില്ല. പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പൊ നമ്മുടെ കൂടെ ജോലി ചെയ്യണ ഒരു ഭവാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചി ഉണ്ട്. അപ്പൊ അതിന് കാലുമ്പോ പ്ലാസ്റ്റർ ഇട്ടിട്ട് കിടക്കണതിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ആരെയും ഒന്നും കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. പോണം എന്നുള്ളതുണ്ട്. ഇവിടുന്ന് പിന്നെ ഒറ്റയ്ക്ക് പോകാനും ബുദ്ധിമുട്ട്, ഇവരെയൊക്കെ കാണുകയും ചെയ്യുമ്പോൾ അതിലേറെ ബുദ്ധിമുട്ട്. പിന്നെന്താ, ഒരു 3:30 സമയത്താണെന്ന് ഞങ്ങൾ ഇത് കേട്ടത്. അപ്പൊ അവിടുന്ന് തന്നെ ഒന്ന് മനസ്സിലായി. എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു ഇവിടേക്ക് കേൾക്കുമ്പോ ഒരു 3:30 സമയമാണ്. അപ്പൊ തന്നെ ഞങ്ങൾ പറഞ്ഞു, അയ്യോ ഇത് ഇടിമിന്നലും പൊട്ടലൊന്നും ഇത് വേറെയാണല്ലോ പൊട്ടല് എന്നുള്ളത് പറഞ്ഞു ഞങ്ങള്. അപ്പോഴേക്കും അറിഞ്ഞ് ഇവിടെ നിന്നുള്ളവരൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പോയി. അതിനുശേഷം വിളിച്ചോ? ആരെങ്കിലും രക്ഷപ്പെട്ടാലും ഫോണിൽ വിളിച്ചു. ഇപ്പൊ ഈ ഭവാനി എന്ന് പറഞ്ഞ ചേച്ചിയിൽ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ ആരുടെയും ഫോൺ നമ്പറും ഇല്ല, ഫോണും ഇല്ല. അറിയുകയും ചെയ്യില്ല. അതിലിപ്പോ കൊറേ പേരൊക്കെ പോയി എന്ന് പറഞ്ഞു. സത്യത്തില് എന്തൊക്കെയാണെങ്കിലും ഒരു വലിയ ഭാഗ്യമുണ്ട് രക്ഷപ്പെട്ടതെന്ന് തോന്നുന്നുണ്ടോ? അതുണ്ട്, ഭാഗ്യം തന്നെയല്ല. ഒരു ചെറിയ പൊള്ളല് ഒതുങ്ങി അല്ലേ? അതെ. അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ തലേ ദിവസമൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ഞങ്ങക്ക് പോകുന്ന 2-4 പേര് പോകുന്നുണ്ട്, അവരൊക്കെ പോയില്ലേ. ഇതിപ്പോ പിന്നെ മോൻ്റെ കുട്ടി ഇവിടെ ഉള്ള കാരണം കൊണ്ട് ഞാൻ അന്ന് പോവാന്ന്, അല്ലെങ്കിലും ഞാൻ വീട്ടമ്പലത്തിലെ പരിപാടിയല്ല, അത് കാരണം കൊണ്ട് ഞാൻ പോവില്ല. ഇവരും പോയത് അങ്ങനെ തന്നെയാണ്. കാരണം എന്താ വെച്ചാല് അവർക്ക് അങ്ങനെ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്, അല്ലെങ്കിൽ അവരും പോകുന്നില്ല. വിഷമത്തിൽ തന്നെ എന്താ ചെയ്യ, എത്ര പേര് ഇപ്പൊ പോയി. ഇനി പോവില്ല. ഇനി ഇപ്പോഴും മക്കള് എനിക്ക് 2 ആണ്, ഒരു പെണ്ണ. അവർക്ക് 3 പേർക്കും ഇഷ്ടമല്ലേ പോണത്. എൻ്റെ സ്വന്തം ബന്ധുക്കൾക്കും ഇഷ്ടമല്ലേ ഒരു പണിക്ക് പോവരുത് അവര് പിന്നെ എന്താ വെച്ചാല് നമ്മൾ വീട്ടിലിരിക്കല്ലേ, അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു ഇതായിക്കോട്ടെ എന്ന് വെച്ചിട്ട് പോണത്. നമുക്ക് അറിവുള്ള പണിയല്ലേ. പിന്നെ ഇപ്പൊ പുതിയ ആൾക്കാർക്കൊന്നും ഇപ്പൊ അത് അറിയില്ല. അറിയില്ല. ഇല്ല, ഇനിയില്ല. വലിയ ഒരു ദുരന്തത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. അതിൻ്റെ ആശ്വാസമുണ്ട്. ഒരിക്കലും ഇനി ആ ഒരു ജോലിക്ക് പോവില്ല എന്നുകൂടി സരസ്വതി പറയുമ്പോൾ ഈ അപകടമുണ്ടാക്കിയ, ദുരന്തമുണ്ടാക്കിയ ഞെട്ടൽ അവരെയൊന്നും വിട്ടുമാറിയിട്ടില്ല എന്ന് വ്യക്തമാണ്. അഖിലൂട്ട് പാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.